students. Today we discuss about the topic statistics. വളരെ ഇമ്പോർട്ടൻ്റ്, അതായത് നമ്മുടെ നെറ്റ് UGC നെറ്റ് സിലബസിലെയും സെറ്റ് എക്സാമിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയതും പഠിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഒരു 10 മാർക്കിൽ കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു ഏരിയയാണ്. സ്റ്റാറ്റിസ്റ്റിക്സിലെ പല കൺസെപ്റ്റുകളിൽ നിന്നും അതിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതിൻ്റെ ഇക്വേഷൻസിൽ നിന്നും നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് ഏരിയകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളൊരു കൺസെപ്റ്റ് തുടങ്ങുന്നത് കയ്യിൽ വരുന്നത് സാമ്പിളിംഗ്, പിന്നെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ, കോറിലേഷൻ, റിഗ്രഷൻ, സ്ക്യൂനെസ്, കെർട്ടോസിസ്, പ്രോബബിലിറ്റി, ടെസ്റ്റുകൾ, അനോവ, ഇതിനെയൊക്കെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിൻ്റെ എല്ലാം ഉള്ളിൽ അതെന്താണെന്നും അതിൻ്റെ ഇക്വേഷൻസോ അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസോ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്കറിയാം സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് ഇറ്റ് ഈസ് ആൻ ഇൻഡിസ്പെൻസിബിൾ ഫോർ ഫോർകാസ്റ്റിംഗ്, കൺട്രോളിങ് ആൻഡ് എക്സ്പ്ലോറിങ്. അതായത് നമ്മുടെ എക്കണോമിക്സിലെ പല കൺസെപ്റ്റുകളും അനലൈസ് ചെയ്യുന്നതിനും അതിനെ ഒരു സിംപ്ലിഫൈഡ് രൂപത്തിലേക്ക് മാറ്റുന്നതിനും ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ടൂൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ പ്ലാനിങ്ങിലൊക്കെ ഫോർകാസ്റ്റിംഗ് നടത്തുന്നതിനും കൺട്രോൾ ചെയ്യുന്നതിനും എക്സ്പ്ലോർ ചെയ്യുന്നതിനൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ യൂസ്ഫുള്ളാണ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ ഓരോ കൺസെപ്റ്റുകളും ഓരോ വ്യക്തികൾ പറഞ്ഞിരിക്കുന്ന എക്കണോമിസ്റ്റുകളെ കുറിച്ച് നമുക്കിതിൽ പറയാനുണ്ട്. നമുക്കത് ഓരോ ക്ലാസ്സിൻ്റെ ഒപ്പം നോക്കി പോകാം. അതിലൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ് റിഗ്രഷൻ അനാലിസിസ്. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ സർ ഫ്രാൻസിസ് ഗാൾട്ടൺ. ദെൻ കൈസ്ക്വയർ ഓഫ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എന്നറിയപ്പെടുന്ന കൈസ്ക്വയർ ടെസ്റ്റ് ഡെവലപ്പ് ചെയ്ത് കാൾ പിയേഴ്സൺ ആണെന്ന് പറയുന്നു. ഇത് നമുക്ക് തിയറി വരുമ്പോൾ നോക്കുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ഫങ്ഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞിട്ടുണ്ട്. അതായത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ യൂസ്ഫുൾനെസ് അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻസ് ആണ്. ഫസ്റ്റ് വൺ, ഇറ്റ് പ്രസൻസ് ഫാക്ട്സ് ഇൻ എ ഡെഫിനിറ്റ് ഫോം. അതായത് നമുക്കൊരു വ്യക്തമായ ഫോമിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുന്നു. പിന്നെ ഇറ്റ് സിംപ്ലിഫൈസ് മാസ് ഫിഗേഴ്സ്, വളരെ ലാർജായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നു. പിന്നെ ഇറ്റ് ഫെസിലിറ്റേറ്റ് കമ്പാരിസന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ഇൻ ഫോർമുലേറ്റിംഗ് ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ്. ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രഡിക്ഷൻ ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഫോർമുലേഷൻ ഓഫ് സ്യൂട്ടബിൾ പോളിസീസ്. അതായത് പല ടെസ്റ്റുകൾ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. പ്രഡിക്ഷൻ, മുൻകൂട്ടി നമുക്ക് എന്താണ് വരാൻ പോകുന്നത് പ്രഡിക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഫോർമുലേഷൻ ഓഫ് സ്യൂട്ടബിൾ പോളിസീസ്, പുതിയ ന്യായമായ നയങ്ങൾ നടപ്പിലാക്കുന്നതിനും സഹായിക്കുന്നു. ഇതെല്ലാം നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫങ്ഷൻസ് ആണെന്ന് പറയുന്നു. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സാമ്പിളിംഗ് ആണ്. സാമ്പിളിംഗ് നമ്മൾ കേട്ടിട്ടുണ്ട്. തിയറീസ് ഓഫ് സാമ്പിളിംഗ് രണ്ടെണ്ണമുണ്ട്. ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി ആൻഡ് ലോ ഓഫ് ഇനേർഷ്യ ഓഫ് ലാർജ് നമ്പേഴ്സ്. പിന്നെ നമുക്കതിൽ മെയിനായിട്ട് നമുക്ക് നോക്കേണ്ടത് മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ് ആണ്. ദർ ആർ മെയിൻലി 2 മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ്, ദാറ്റ് ഈസ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഈസ് ഓൾസോ നോൺ ആസ് റാൻഡം സാമ്പിളിംഗ് ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഈസ് also known as non-random sampling. Non-probability sampling മെത്തേഡ്സുകളാണ് ജഡ്ജ്മെൻറ്റ് സാമ്പിളിംഗ്, കൺവീനിയൻറ്റ് സാമ്പിളിംഗ്, കോട്ട സാമ്പിളിംഗ്. പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡുകളിൽ വരുന്നതാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ആൻഡ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇനി ഈ സാമ്പിളിൻ്റെ സൈസിനൊക്കെ അനുസരിച്ചിട്ട് സാമ്പിൾ സൈസിലും അതിൻ്റെ എടുക്കുന്ന ഡാറ്റയിലും എടുക്കുന്ന സാമ്പിളിങ്ങിലും വ്യത്യാസം വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന തിയറി ഏതാണോ ആ തിയറിക്ക് അനുയോജ്യമായ രീതിയിലുള്ള സാമ്പിളിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ദർ ആർ 2 മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ്, ദാറ്റ് ഈസ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഈസ് ഓൾസോ നോൺ ആസ് റാൻഡം സാമ്പിളിംഗ് ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഈസ് ഓൾസോ നോൺ ആസ് നോൺ റാൻഡം സാമ്പിളിംഗ്. അതിൽ ഏതൊക്കെയാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നും നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഏതാണെന്നും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓഡ് വൺ ഔട്ടിനൊക്കെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് ഈ സാമ്പിളിങ്ങിൻ്റെ ഭാഗത്ത് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ളത് സാമ്പിളിംഗ് എറർ ഉണ്ട്. നമുക്ക് അവിടെ എത്തുമ്പോൾ ഇതിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് നോക്കാം. നമുക്ക് മെഷേഴ്സ് ഓഫ് സെൻട്രൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ വാല്യൂ, അതാണ് നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പാർട്ട് തുടങ്ങുന്നത് തന്നെ നമ്മൾ ഏകദേശം അവിടെ നിന്നാണ്. മെഷർ ഓഫ് സെൻട്രൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ആവറേജ്, അതായത് ആവറേജാണ് നമ്മൾ പറയുന്നത്. ആവറേജ് ഈസ് ആൻ അറ്റംപ്റ്റ് ടു ഫൈൻഡ് എ സിംഗിൾ ഫിഗർ ടു ഡിസ്ക്രൈബ് ദ ഹോൾ ഫിഗേഴ്സ്. ക്ലാർക്ക് പറഞ്ഞൊരു ഡെഫിനിഷനാണ്. അതിൽ ആവറേജ്, ഒരു ഗുഡ് ആവറേജിന് വേണ്ട കാര്യങ്ങളാണ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്, സിമ്പിൾ ടു കമ്പ്യൂട്ട്, ബേസ്ഡ് ഓൺ ഓൾ ഐറ്റംസ്, റിജിഡ്ലി ഡിഫൈൻഡ്, സാമ്പിളിംഗ് സ്റ്റെബിലിറ്റി. അതായത് ഒരു നല്ല ആവറേജിന് വേണ്ട ക്വാളിറ്റീസിനെ കുറിച്ചിട്ടാണ് നമ്മളിതിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കതെല്ലാം ഇമ്പോർട്ടൻറ്റ്. നമുക്ക് പ്രധാനമായും മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ പഠിക്കുന്ന പ്രധാനപ്പെട്ട 5 ആവറേജുകളെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ അരിത്തമാറ്റിക് മീൻ, സെക്കൻഡ് വൺ മീഡിയൻ, തേർഡ് വൺ മോഡ്, ഫോർത്ത് വൺ ജോമെട്രിക് മീൻ, ഫിഫ്ത്ത് വൺ ഹാർമോണിക് മീൻ.
First, arithmetic mean. Arithmetic mean is again divided into simple and weighted arithmetic mean. അതായത് നമ്മൾ ഇന്ന് നോക്കുന്നത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിലെ പ്രധാനപ്പെട്ട 5 ആവറേജുകളാണ്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഈസ് സെൻട്രൽ വാല്യൂ ഈസ് ഓൾസോ നോൺ ആസ് ആവറേജസ്. അപ്പോൾ ഒരു ആവറേജിന് വേണ്ട ഗുണങ്ങൾ എന്തെല്ലാം എന്ന് പറഞ്ഞു. നമുക്ക് അതിനേക്കാളും നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആയതോടെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയത് 5 ടൈപ്സ് ഓഫ് ആവറേജുകളാണ്. അരിത്തമാറ്റിക് മീൻ, മീൻ, മീഡിയൻ, മോഡ്, ജോമെട്രിക് മീൻ ആൻഡ് ഹാർമോണിക് മീൻ. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അരിത്തമാറ്റിക് മീനാണ്. ദാറ്റ് ഈസ് അരിത്തമാറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ ദ വാല്യൂ ഈസ് ഒബ്റ്റൈൻഡ് ബൈ ആഡിങ് ടുഗദർ ഓൾ ദ ഐറ്റംസ് ആൻഡ് ബൈ ഡിവൈഡിങ് ദിസ് ടോട്ടൽ ബൈ ദ നമ്പർ ഓഫ് ഐറ്റംസ് ഈസ് കോൾഡ് അരിത്തമാറ്റിക് മീൻ. വളരെ എളുപ്പമാണ്. അതായത് വാല്യൂ ഈസ് ഒബ്റ്റൈൻഡ് ബൈ ആഡിങ് ടുഗദർ ഓൾ ദ ഐറ്റംസ്. നമുക്ക് തന്നിരിക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂഷനിലെ എല്ലാ വാല്യൂസ് എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് അതിൻ്റെ ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് അരിത്തമാറ്റിക് മീൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ക്ലാസ്സിലെ 10 കുട്ടികളുടെ മാർക്ക് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ്സിലെ ആവറേജ് മാർക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ മാർക്കുകളെല്ലാം കൂടി കൂട്ടിയിട്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് അരിത്തമാറ്റിക് മീൻ കിട്ടും. ഇനി ഇതിൽ മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് അരിത്തമാറ്റിക് മീൻ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഫസ്റ്റത്തെ ഒരു പ്രോപ്പർട്ടി ബൈ ഹാർട്ട് പഠിച്ചു വയ്ക്കുക, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ദ സം ഓഫ് ദ ഡീവിയേഷൻസ് ഓഫ് ദ ഐറ്റംസ് ഫ്രം ദ അരിത്തമാറ്റിക് മീൻ ഈസ് ഓൾവേസ് 0. ദ സം ഓഫ് ദ ഡീവിയേഷൻസ് ഓഫ് ദ ഐറ്റംസ് ഫ്രം ദ അരിത്തമാറ്റിക് മീൻ ടേക്കിംഗ് സയൻസ് ഇൻ ടു അക്കൗണ്ട് ഈസ് ഓൾവേസ് 0. അതായത് നമ്മൾ അരിത്തമാറ്റിക് സീനിൻ്റെ നമ്മൾ സൈന് വെച്ചിട്ട് സം ഓഫ് ദ ഡീവിയേഷൻസ് ഓഫ് ദ ഐറ്റംസ് ഫ്രം ദ അരിത്തമാറ്റിക് മീൻ ടേക്കിംഗ് സൈൻ ഈസ് ഓൾവേസ് 0. ഈ ഓൾവേസ് 0 എന്നുള്ളതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക, അവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് ദ സം ഓഫ് ദ സ്ക്വയേർഡ് ഡീവിയേഷൻസ് ഓഫ് ദ ഐറ്റംസ് ഫ്രം അരിത്തമാറ്റിക് മീൻ ഈസ് മിനിമം ലെസ് ഓർ ദാറ്റ് ഈസ് ലെസ് ദാൻ ദ സം ഓഫ് ദ സ്ക്വയർ ഡീവിയേഷൻസ് ഓഫ് ദ ഐറ്റംസ് ഓഫ് എനി അതർ വാല്യൂ. ദ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ ഐറ്റംസ് ഈസ് അറ്റ്ലീസ്റ്റ് ഫ്രം ദ മീൻ. ഇതിൽ 2 ജസ്റ്റ് വായിച്ച് മതി. ആദ്യത്തെ ബൈ ഹാർട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ. പ്രോപ്പർട്ടി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അരിത്തമാറ്റിക്, അതായത് സം ഓഫ് ദ ഡീവിയേഷൻസ് ഫ്രം ദ അരിത്തമാറ്റിക് മീൻ ഈസ് ഓൾവേസ് 0 ആയിരിക്കും. അതാണ് അതിൽ പഠിച്ചു വയ്ക്കേണ്ടത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. നെക്സ്റ്റ്, അരിത്തമാറ്റിക് മീൻ ഈസ് കൺസിഡർ ടു ബി ദ ബെസ്റ്റ് ആവറേജ്. ബെസ്റ്റ് ആവറേജ് ആയിട്ടാണ് അരിത്തമാറ്റിക് മീനിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്കിതിൽ പഠിക്കാനുള്ളത് നോട്ട് അപ്ലിക്കബിൾ ഇൻ ദ റേഷ്യോസ് പെർസെൻറ്റേജ്. അതിലൊന്നും ഇത് അപ്ലിക്കബിൾ അല്ല എന്ന് പറയുന്നുണ്ട് അരിത്തമാറ്റിക് മീൻ. നെക്സ്റ്റ് നമുക്ക് പറയുന്നത് റിലേറ്റീവ് ഇമ്പോർട്ടൻസ് ഒക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ വെയ്റ്റഡ് അരിത്തമാറ്റിക് മീനാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് അരിത്തമാറ്റിക് മീൻ ഈസ്, അതായത് ആൻ ആവറേജ് ഈസ് ഡിറ്റർമൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ പൊസിഷൻ ഇറ്റ് എൻജോയ്സ് കോൾഡ് പൊസിഷണൽ ആവറേജ്. അതായത് ഈ അരിത്തമാറ്റിക് മീനിനെ നമ്മൾ പൊസിഷണൽ ആവറേജ് എന്നും കൂടി പറയുന്നുണ്ട്. ഇറ്റ് ലൈസ് ദ മിഡിൽ പൊസിഷൻ. അതായത് നമുക്ക് കിട്ടുന്ന വാല്യൂ ഏകദേശം മിഡിലായിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു പൊസിഷണൽ ആവറേജ് എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഈ അരിത്തമാറ്റിക് മീനിലെ ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ എന്തൊക്കെ മാത്തമാറ്റിക്കൽ ആവറേജ് എന്ന് പറയുന്നു. അരിത്തമാറ്റിക് മീൻ, ജോമെട്രിക് മീൻ ആൻഡ് മീൻ ആർ ദ മാത്തമാറ്റിക്കൽ ആവറേജസ്. ദെൻ ദ സെക്കൻഡ് വൺ എടുക്കാനുള്ളതാണ് മീഡിയൻ. മീഡിയൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. മീഡിയൻ, അതായത് ഇറ്റ് ഈസ് എ മിഡിൽ വാല്യൂ ഓർ മിഡിൽ ഐറ്റം ഓർ സെൻട്രൽ ഐറ്റം ഇൻ എ ഡിസ്ട്രിബ്യൂഷൻ. മീഡിയൻ എന്ന് പറയുന്നത് ഒരു മിഡിൽ വാല്യൂ ആവാം, അല്ലെങ്കിൽ മിഡിൽ ഐറ്റം ആയിരിക്കാം, അല്ലെങ്കിൽ സെൻട്രൽ ഐറ്റം ഇൻ എ ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഒരു ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിലെ മധ്യത്തിൽ വരുന്ന വാല്യൂവിനെയാണ് മീഡിയൻ എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് എ പൊസിഷണൽ ആവറേജ് എന്ന് പറയുന്നുണ്ട്. പൊസിഷണൽ ആവറേജസ് ആർ മെഷേഴ്സ് വിച്ച് ആർ ഡിവൈഡഡ് ഇൻ ടു ഈക്വൽ പാർട്സ്. ദാറ്റ് ഈസ് മീഡിയൻ, ക്വാർട്ടൈൽസ്, ഡെസൈൽസ് ആൻഡ് പെർസെൻറ്റൈൽസ്. ഇത് പഠിച്ചു വെക്കണം. അതായത് പൊസിഷണൽ മെഷേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. മീഡിയൻ എന്ന് പറയുന്നു, ക്വാർട്ടൈൽസ് എന്ന് പറയുന്നു, ഡെസൈൽസ് എന്ന് പറയുന്നു ആൻഡ് പെർസെൻറ്റൈൽസ് എന്ന് പറയുന്നു. ദെൻ ക്വാർട്ടൈൽസ് ഡിവൈഡ് ദ ടോട്ടൽ ഫ്രീക്വൻസി ഇൻറ്റു 4 ഈക്വൽ പാർട്സ്. അപ്പോൾ ക്വാർട്ടൈൽസ് എന്ന് പറഞ്ഞാൽ 4 ഈക്വൽ പാർട്സ്, നമുക്ക് കിട്ടിയിരിക്കുന്ന ഫ്രീക്വൻസിനെ നമ്മൾ 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെ ക്വാർട്ടൈൽസ് എന്ന് പറയുന്നു. അതിലെ Q2 എന്ന് പറയുന്നതാണ് മീഡിയൻ. അത് മനസ്സിലാക്കി വയ്ക്കുക. Q2 ഈസ് മീഡിയൻ, അതായത് മീഡിയൻ്റെ മറ്റൊരു പേര്, അല്ലെങ്കിൽ മീഡിയൻ. Q2 എന്ന് പറഞ്ഞാലും മീഡിയൻ എന്ന് പറഞ്ഞാലും സെയിം വാല്യൂ ആണ്. Q2 ഈസ് മീഡിയൻ. ദെൻ ഡെസൈൽസ്. ഡെസൈൽസ് എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ദ ടോട്ടൽ ഫ്രീക്വൻസി ഇൻറ്റു 10 ഈക്വൽ പാർട്സ്. അതായത് ടോട്ടൽ ഫ്രീക്വൻസിയെ 10 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് ഡെസൈൽസ് എന്ന് പറയുന്നത്. പേഴ്സൻറ്റൈൽസ് നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. 100 ഈക്വൽ പാർട്സ്, അതായത് 100 അല്ലേ. ഡിവൈഡ് ദ ടോട്ടൽ ഫ്രീക്വൻസി ഇൻറ്റു 100 ഈക്വൽ പാർട്സ്. അപ്പോൾ അതിലെ Q2, D5 ആൻഡ് P50 ആർ ദ മീഡിയൻ. അതായത് മീഡിയൻ എന്ന് പറയുന്നത് ഈ Q2 തന്നാലും D5 തന്നാലും P50 തന്നാലും മീഡിയൻ തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. ദെൻ
പാർട്ടീഷൻ വാല്യൂസ് ആർ ഗ്രാഫിക്കലി ബൈ, അതായത് നമുക്ക് ഈ ഒരു വാല്യൂസ് എല്ലാം ഹിസ്റ്റോഗ്രാമോ അല്ലെങ്കിൽ ഫ്രീക്വൻസി കർവോ വെച്ചുകൊണ്ട് നമുക്ക് കാണിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്, അതായത് ഗ്രാഫിക്കലി റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. മീഡിയൻ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ദ ടു മിഡിൽ ഐറ്റംസ്. രണ്ട് മിഡിൽ ഐറ്റംസിൻ്റെയും ഒരു മിഡ് പോയിൻ്റ് ആയിരിക്കും എന്ന് പറയുന്നു. പിന്നെ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ദ കേസ് ഓഫ് ഓപ്പൺ എൻഡഡ് ക്ലാസ്സിനാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. എക്സ്ട്രീം വാല്യൂസ് ഡു നോട്ട് അഫക്ട് ദ മീഡിയൻ ആസ് സ്ട്രോങ്ലി ആസ് ദ മീഡിയൻ, അതായത് എക്സ്ട്രീം വാല്യൂസ് ഒന്നും മീഡിയനെ അഫക്റ്റ് ചെയ്യില്ല എന്ന് പറയുന്നു. പക്ഷേ മീനിൽ എക്സ്ട്രീം വാല്യൂസ് അഫക്റ്റ് ചെയ്യുന്നു, അതായത് ഏറ്റവും അറ്റത്തുള്ള മേലെയും താഴെയും അങ്ങനെ കിടക്കുന്ന വാല്യൂസ് ഒന്നും അഫക്റ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, മീഡിയൻ ക്യാൻ ബി ഗ്രാഫിക്കലി, അതായത് മീഡിയൻ നമുക്ക് ഗ്രാഫിക്കലി കണ്ടുപിടിക്കാനും പറ്റും. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഒജീവ്സ്, ദാറ്റ് ഈസ് ലെസ് ദാൻ ഒജീവ് ഓർ മോർ ദാൻ ഒജീവ്സ് എന്ന് പറയുന്നു. മീഡിയൻ ഈസ് നോട്ട് ക്യാപ്പബിൾ ഓഫ് ആൾജിബ്രിക് ട്രീറ്റ്മെൻറ്റ്, ഇതെല്ലാം മീഡിയൻ്റെ പ്രത്യേകതയാണ് കേട്ടോ, ഇതൊക്കെ പഠിച്ചേക്കണേ. ദാറ്റ് ഈസ് ദ എക്സ്ട്രീം വാല്യൂസ് ഡു നോട്ട് അഫക്റ്റ് മീഡിയൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്ട്രീം വാല്യൂസ് ഡു നോട്ട് അഫക്റ്റ് ദ മീഡിയൻ ആസ് സ്ട്രോങ്ലി ആസ് ഡു ദ മീഡിയൻ, സ്ട്രോങ്ലി ആസ് ദ മീൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് മീഡിയനിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് മീഡിയൻ ഈസ് എ മിഡിൽ ഐറ്റം ഓർ സെൻട്രൽ ഐറ്റം ഇൻ എ ഡിസ്ട്രിബ്യൂഷനാണ്. മീഡിയൻ ഈസ് ഓൾസോ കാൾഡ് പൊസിഷണൽ ആവറേജ് എന്ന് പറയുന്നു. പൊസിഷണൽ മെഷേഴ്സിനെ നമ്മൾ ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വരുന്നതാണ് മീഡിയൻ, കോട്ടൈൽസ്, ഡിസൈൽസ് ആൻഡ് പെർസെൻറ്റൈൽസ്. കോട്ടൈൽസ് ദാറ്റ് ഈസ് ഡിവൈഡ് ദ ടോട്ടൽ ഫ്രീക്വൻസി ഇൻറ്റു 4 ഈക്വൽ പാർട്സ്, ദാറ്റ് ഈസ് Q2. ഡിസൈൽസ് എന്ന് പറഞ്ഞാൽ 10 ഈക്വൽ പാർട്സ് ആണ്. പെർസെൻറ്റൈൽസ് എന്ന് പറയുമ്പോൾ 100 ഈക്വൽ പാർട്സ് ആണ്. അപ്പോൾ ഇതിൽ Q2, D5 ആൻഡ് P50 എന്ന് പറയുന്നത് എന്താണ്? മീഡിയൻ ആണ്. ഇനി മീഡിയൻ നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ പറ്റും, അതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി കർവ് അഥവാ ഒജീവ്സ് ഓർ ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നു. ദെൻ ഇറ്റ് ഡു നോട്ട് അഫക്റ്റ് ദ എക്സ്ട്രീം വാല്യൂസ് ഇൻ എ ഡിസ്ട്രിബ്യൂഷൻ, അത് മനസ്സിലാക്കി വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വി ഡിസ്കസ് അബൌട്ട് ദ മോഡ്. That is, mode is the value of the item in a series which occurs most frequently in the series. അതായത് മോഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീക്വൻസി, ഒരു ഡിസ്ട്രിബ്യൂഷനിലെ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വരുന്ന വാല്യൂവിനെയാണ് നമ്മൾ മോഡ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ 10 പേരുടെ മാർക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 4 പേർക്ക് 65 മാർക്കാണെങ്കിൽ ആ 65 ആയിരിക്കും അവിടുത്തെ മോഡൽ വാല്യൂ അഥവാ ഫ്രീക്വൻസി എന്ന് പറയുന്നത്, ഹയസ്റ്റ് ഫ്രീക്വൻസി, അതാണ് നമ്മൾ അവിടെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വരുന്ന വാല്യൂ അതാണ് മോഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി റിപ്പീറ്റഡ് ഐറ്റം, ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വരുന്ന ഐറ്റത്തിനെയാണ് നമ്മൾ മോഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പോയിന്റ് ഓഫ് മാക്സിമം ഫ്രീക്വൻസി, ഇറ്റ് ഈസ് ദ പോയിന്റ് ഓഫ് ഗ്രേറ്റസ്റ്റ് ഡെൻസിറ്റി എന്നറിയപ്പെടുന്നു, ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഓഫ് ഫ്രീക്വൻ്റ്ലി ഒക്കറിങ് വാല്യൂ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ദെൻ മോഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല തന്നിട്ട്, അതായത് മോഡ് തന്നിട്ടില്ല, മീൻ മീഡിയൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല തന്നിട്ടുണ്ട്, അത് പഠിച്ചു വെക്കണം. 3 മീഡിയൻ മൈനസ് 2 മീൻ. മോഡ് ഈസ് ഇൽ ഡിഫൈൻഡ് ഫോർമുല, ദാറ്റ് ഈസ് അതായത് മോഡ് തന്നിട്ടില്ല പക്ഷേ മീനും മീഡിയനും തന്നിട്ട് മോഡ് കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമുലയാണ് 3 മീഡിയൻ മൈനസ് 2 മീൻ. ഇത് നമുക്ക് ചോദിക്കാറുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്, പഠിച്ചു വയ്ക്കുക. മോഡ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. ഇനി നമുക്ക് മോഡ് ഗ്രാഫിക്കലി റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്, അതിനാണ് ഹിസ്റ്റോഗ്രാമും ഫ്രീക്വൻസി പോളിഗണും ഉപയോഗിക്കുന്നത്. അപ്പോൾ ലൊക്കേറ്റ് മോഡ് ഗ്രാഫിക്കലി യൂസിങ് ഹിസ്റ്റോഗ്രാം ആൻഡ് ഫ്രീക്വൻസി പോളിഗൺ. നെക്സ്റ്റ് നമുക്കിതിൽ മനസ്സിലാക്കാനുള്ളത് മോഡ്, അതായത് കാൾ പിയേഴ്സൺ മോഡ്, മീൻ, മീഡിയൻ, മോഡ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഡെഫിനിഷൻ ഇക്വേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് മോഡ് ഈക്വൽ ടു മീൻ മൈനസ് 3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ. സെക്കൻഡ് ഇക്വേഷൻ മോഡ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. തേർഡ് ഇക്വേഷൻ മീഡിയൻ ഈക്വൽ ടു മോഡ് പ്ലസ് 2/3 മീൻ മൈനസ് മോഡ്. അതായത് മീൻ, മീഡിയൻ, മോഡ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഇക്വേഷനെയാണ് ഇതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരു സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ മീൻ, മീഡിയൻ, മോഡിൻ്റെ വാല്യൂ ഈക്വൽ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ഒരു സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ മീൻ, മീഡിയൻ, മോഡിൻ്റെ വാല്യൂ ഈക്വൽ ആയിരിക്കും എന്ന് പറയുന്നു. എന്നാൽ ഒരു അസിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ദ വാല്യൂസ് ഓഫ് മീൻ, മീഡിയൻ, മോഡ് ആർ നോട്ട് ഈക്വൽ. അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഡിസ്കസ് ചെയ്താണ്, അതിൽ മീൻ, മീഡിയൻ, മോഡിൻ്റെ വാല്യൂ ഈക്വൽ ആയിരിക്കും. അതർവൈസ് അസിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ മീൻ, മീഡിയൻ, മോഡിൻ്റെ വാല്യൂ ഈക്വൽ ആയിരിക്കില്ല എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് അവർ തമ്മിലുള്ള അതേ മീൻ, മീഡിയൻ, മോഡ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. നെക്സ്റ്റ് കമ്പയർ ആൻഡ് കോൺട്രസ്റ്റ് മീൻ, മീഡിയൻ, മോഡ്. അതായത് മീൻ എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്കൽ ആവറേജ് ആണ്, പക്ഷേ മറ്റ് രണ്ടെണ്ണം അല്ല എന്ന് പറയുന്നു. ഇനി നമുക്ക് മീൻ ഒരിക്കലും നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ മീഡിയനും മോഡും ഗ്രാഫിക്കലി റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് അവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിൽ പറയുന്നത് മീൻ ഈസ് അഫക്റ്റഡ് ബൈ എക്സ്ട്രീം ഐറ്റംസ്, പക്ഷേ മറ്റ് രണ്ടത്തിനും എക്സ്ട്രീം ഐറ്റംസിനെ ബാധിക്കുന്നില്ല എന്ന് അത് മനസ്സിലാക്കിയത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിൻ്റാണ് കേട്ടോ.
നെക്സ്റ്റ് വി ഡിസ്കസ് അബൌട്ട് ജോമെട്രിക്കൽ മീൻ. ജോമെട്രിക്കൽ മീൻ എന്ന മാത്തമാറ്റിക്കൽ ആവറേജ് ആണ്. ജോമെട്രിക്കൽ മീൻ ഈസ് ദ nth റൂട്ട് ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് n ഐറ്റംസ് ഓർ വാല്യൂസ്. അത് പഠിച്ചിരിക്കണം. ജോമെട്രിക് മീൻ ഈസ് ദ nth റൂട്ട് ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് n ഐറ്റംസ് ഓർ വാല്യൂസ് ആണ്. അതായത് റൂട്ടാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ലോഗരിതമാറ്റിക് മീൻ എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. ഇനി ജോമെട്രിക്കൽ മീനിലെ ഒരു പ്രത്യേകത പഠിച്ചേക്കണം. ഏതെങ്കിലും it is not affected by much extreme values and it cannot be computed when there are both negative and positive values and one or more value is 0. അതായത് ഏതെങ്കിലും ഒരു both നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് വാല്യൂസ് വരുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഐറ്റം 0 ആയാലോ നമുക്കൊരിക്കലും ജോമെട്രിക്കൽ മീൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അത് മനസ്സിലാക്കുക. ഇറ്റ് ഈസ് ടു ബി ദ ബെസ്റ്റ് ആവറേജ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്. ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യുന്നതിലെ വളരെ യൂസ്ഫുള്ളായ ഒരു സാധനമാണ് ഈ ജോമെട്രിക്കൽ മീൻ എന്ന് പറയുന്നത്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഹാർമോണിക് മീൻ. ഹാർമോണിക് മീൻ ഇറ്റ് ഈസ് നോട്ട് മച്ച് അഫക്റ്റഡ് ബൈ സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻസ്. സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻസ് ഒന്നും നോക്കുന്നില്ല. ഇറ്റ് അപ്ലൈഡ് ഇൻ ആവറേജിങ് റൈറ്റ്സ് ടൈംസ് എക്സെട്ര. പിന്നെ ഇറ്റ് ഈസ് ഹാർമോണിക് മീൻ ഈസ് ബേസ്ഡ് ഓൺ ദ റെസിപ്രോക്കൽസ് ഓഫ് നമ്പേഴ്സ് ആവറേജ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റെസിപ്രോക്കൽ ഓഫ് ദ അരിത്തമാറ്റിക് മീൻ ഓഫ് ദ റെസിപ്രോക്കൽ ഓഫ് ദ ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻസ്. അതായത് ഇതൊരു റെസിപ്രോക്കലാണ്. നമ്മൾ ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻസിൻ്റെ റെസിപ്രോക്കലാണ് നമ്മളിതിൽ എടുക്കുന്നത്. ജസ്റ്റ് അതിൽ അത്രേ ചോദിക്കാറുള്ളൂ. പിന്നെ ഇതിൽ പറയുന്നത് ഇറ്റ് കനോട്ട് ബി കമ്പ്യൂട്ടഡ് വെൻ ദർ ആർ ബോത്ത് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് വാല്യൂസ് ഓർ വെൻ ആൻ ഐറ്റം ഈസ് 0. അതായത് ഏതെങ്കിലും ഒരു വാല്യൂ 0 ആവുകയോ അല്ലെങ്കിൽ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഐറ്റംസ് വരികയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ, ഹാർമോണിക് മീന് കമ്പ്യൂട്ട് ചെയ്യാൻ, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ജോമെട്രിക്കൽ മീനും അതേപോലെ തന്നെയാണ്. ഇനി ഈ അരിത്തമാറ്റിക് മീനും ജോമെട്രിക്കൽ മീനും ഹാർമോണിക് മീനും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇവിടെ കാണിക്കുന്നത്. ആ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് പോയിന്റ്, that is if all the numbers in x1, x2, x3 and xn are identical, the arithmetic mean is greater than geometric mean and geometric mean is greater than harmonic mean. അതായത് എല്ലാ വാല്യൂസും ഐഡൻറ്റിക്കൽ ആണെങ്കിൽ അരിത്തമാറ്റിക് മീൻ ആയിരിക്കും ബാക്കി രണ്ടെണ്ണത്തിനേക്കാളും ഗ്രേറ്റർ ദാൻ ആയിരിക്കും. ദാറ്റ് ഈസ് അരിത്തമാറ്റിക് മീൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജോമെട്രിക്കൽ മീൻ ഓർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഹാർമോണിക് മീൻ. ആ ഒരു റിലേഷൻഷിപ്പ് പഠിച്ചേക്കണം. ആ സിമ്പിൾ ശ്രദ്ധിക്കണം. നമുക്ക് താഴെ ഒരുപാട് ക്വസ്റ്റ്യൻസ് തന്നിട്ട് ആ സിമ്പിളിൽ കറക്റ്റ് ആയത് എഴുതാൻ പറയാറുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. അരിത്തമാറ്റിക് മീൻ ആയിരിക്കും ഹയസ്റ്റ്, ഈസ് ഗ്രേറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ടാണ്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അഥവാ മെഷേഴ്സ് ഓഫ് സെൻട്രൽ വാല്യൂ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഫസ്റ്റ് ഓർഡർ ആവറേജസ് എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ വാല്യൂവിലെ മീൻ, മീഡിയൻ, മോഡ്, ജോമെട്രിക്കൽ മീൻ ആൻഡ് ഹാർമോണിക് മീൻ. അതിൽ ജസ്റ്റ് അത് എന്താണെന്നും അതിൽ പ്രധാനപ്പെട്ട കുറച്ച് പ്രോപ്പർട്ടീസുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്.